ചില പ്രതിഭകളെ കാലം പെട്ടെന്നങ്ങ് കൂട്ടിക്കൊണ്ടുപോകും. സുകുമാരനും സോമനുമൊക്കെ കാലം പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുപോയ പ്രതിഭകളാണ്. സുകുമാരൻ 48-ാമത്തെ വയസ്സിലാണ് അന്തരിച്ചതെങ്കിൽ സോമൻ 56-ാമത്തെ വയസ്സിലാണ് അന്തരിച്ചത്. ഒരു കാലത്ത് സൂപ്പർ താരങ്ങളായിരുന്നു സോമനും സുകുമാരനും. ജയൻ ആധിപത്യം പുലർത്തിയപ്പോഴും സോമനും സുകുമാരനും അവരുടേതായ നിലപാട് തറ ഉണ്ടായിരുന്നു. സോമൻ മികച്ച നടനായിരുന്നു. മലയാള സിനിമ കണ്ടിട്ടുള്ളതിൽ മികച്ച നടന്മാരിൽ ഒരാൾ തന്നെയായിരുന്നു അദ്ദേഹം. ഹാസ്യമായാലും മറ്റ് വേഷങ്ങളായാലും ഹാസ്യമായാലും രൗദ്രമായാലും അഭിനയിച്ചു ഫലിപ്പിക്കാൻ പ്രത്യേക കഴിവ് സോമന് ഉണ്ടായിരുന്നു. സോമൻ അഭിനയിച്ച് നിറവാർന്ന 10 കഥാപാത്രങ്ങളെ പറ്റിയാണ് പൊളിറ്റിക്സ് കേരള ഇന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ കഥാപാത്രം അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രമായ ഗായത്രിയിലെ രാജാമണി തന്നെ. ബ്രാഹ്മണ കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ മലയാറ്റൂർ കഥയും തിരക്കഥയും എഴുതിയ ഗായത്രി വളരെ ശ്രദ്ധേയമായ ചിത്രമായിരുന്നു. അതിലെ രാജാമണിയാകാൻ സോമന് നിമിത്തമായത് മലയാറ്റൂരിൻ്റെ ഭാര്യ വേണിയായിരുന്നു. വേണി സോമന് വേണ്ടി ശുപാർശ ചെയ്തു. സോമൻ അക്കാലത്ത് പ്രൊഫഷണൽ നാടകങ്ങളിലും അമേച്ചർ നാടകങ്ങളിലും ഒക്കെ അഭിനയിച്ച് വരികയായിരുന്നു. സോമൻ അഭിനയിച്ച നാടകം കണ്ട വേണി ഗായത്രിയിലെ രാജാമണിയാകാൻ സോമനെ ശുപാർശ ചെയ്തു. മലയാറ്റൂർ രാജാമണിയാക്കി സോമനെ. ചിത്രം മെഗാ ഹിറ്റ്. ഇതാ ഇവിടെ വരെ സോമൻ്റെ കാലത്തെയും മികച്ച ചിത്രങ്ങളിലൊന്ന്. ഇതാ ഇവിടെ വരെയിലെ വിശ്വനാഥൻ പകയുടെയും പ്രണയത്തിൻ്റെയും പ്രതീകമാണ്. കലാകാരനാണ് അയാൾ, നല്ല ചിത്രകാരനാണ് അയാൾ. പക്ഷേ അയാൾക്കൊരു ലക്ഷ്യമുണ്ട്. തൻ്റെ കുടുംബത്തെ തകർത്ത പൈലിയെ വകവരുത്തുക, പൈലിയുടെ കുടുംബത്തെ തകർക്കുക. അതിനുവേണ്ടിയാണ് നഗര കാന്താരങ്ങൾ വിട്ട് അയാൾ ഗ്രാമത്തിൽ എത്തിയത്. പക്ഷേ അവസാനം അയാളുടെ പ്രതികാരം ഒന്നുമല്ലാതായി മാറുന്നു. പൈലിയായി മധുവും വിശ്വനാഥനായി സോമനും തകർത്തഭിനയിച്ച ചിത്രമാണ് ഇതാ ഇവിടെ വരെ. ഇതാ ഇവിടെ വരെ എന്ന ചിത്രത്തിലൂടെ ഒറ്റ രാത്രി കൊണ്ട് സോമൻ സൂപ്പർ താരമായി മാറി. ഒരു സൂപ്പർ താരത്തിന് വേണ്ട ആകാരവടിവൊന്നും സോമനില്ലായിരുന്നു. അമിതമായ സൗന്ദര്യവും സോമനില്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ വളരെ ശ്രദ്ധേയമാണ്. കണ്ണുകളിലൂടെ ഭാവങ്ങൾ വിരിയിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. KS സേതുമാധവൻ സംവിധാനം ചെയ്ത ചട്ടക്കാരി എന്ന ചിത്രത്തിലെ റിച്ചാർഡാണ് സോമൻ്റെ മറ്റൊരു അവിസ്മരണീയമായ വേഷം. പ്രണയം നിരസിക്കപ്പെടുന്ന റിച്ചാർഡ് ഒരു നായികയെ പ്രണയിക്കുകയും അവളുടെ അപമാനം ഏറ്റുവാങ്ങുകയും അവളിൽ നിന്ന് അധിക്ഷേപങ്ങൾ മാത്രം കിട്ടുകയും ചെയ്യുന്ന റിച്ചാർഡ് സോമൻ്റെ ശക്തമായ വേഷമാണ്. ചട്ടക്കാരി വലിയ ഹിറ്റായിരുന്നു അക്കാലത്ത്. രാസലീലയിലെ ദത്തൻ നമ്പൂതിരിയാണ് സോമൻ്റെ മറ്റൊരു വേഷം. കമൽഹാസനാണ് രാസലീലയിലെ നായകനെങ്കിലും തിളങ്ങിയത് സോമൻ. തുറമുഖത്തിലെ ഹംസ, JC സംവിധാനം ചെയ്ത തുറമുഖത്തിലെ ഹംസ സോമൻ്റെ അവിസ്മരണീയമായ മറ്റൊരു വേഷമാണ്. സോമന് മാത്രം ചെയ്യാൻ പറ്റുന്ന വേഷം. ഒന്ന് പറയട്ടെ, JC ആണ് സോമനെ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച ഡയറക്ടർ. സോമനിൽ അഭിനയത്തിൻ്റെ കലകളുണ്ടെന്ന്, അഭിനയത്തിൻ്റെ പാഠവുമുണ്ടെന്ന് കണ്ടെത്തിയത് JC ആണ്. തുറമുഖം JC സംവിധാനം ചെയ്ത ചിത്രമാണ്. സുകുമാരനും ഈ ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു. പക്ഷേ സുകുമാരനേക്കാൾ ചിത്രത്തിൽ സ്കോർ ചെയ്തത് സോമനാണ്. JC സംവിധാനം ചെയ്ത രക്തമില്ലാത്ത മനുഷ്യനിലെ ശിവൻകുട്ടിയാണ് സോമൻ്റെ മറ്റൊരു ശ്രദ്ധേയമായ കഥാപാത്രം. ശിവൻകുട്ടി ആരോടും കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത കഥാപാത്രമാണ്. സ്ത്രീകൾ അയാൾക്ക് ഉപഭോഗ വസ്തുവാണ്. ശിവൻകുട്ടി എന്ന കഥാപാത്രം തകർപ്പനായി സോമൻ അവതരിപ്പിച്ചു.
രക്തമില്ലാത്ത മനുഷ്യൻ VT നന്ദകുമാറിൻ്റെ നോവലാണ്. അതിലെ നായകൻ തങ്കവേലുവാണ്. പക്ഷേ സിനിമയിൽ എത്തിയപ്പോൾ അത് ശിവൻകുട്ടിയായി മാറി. ശിവൻകുട്ടിയുടെ ക്രൂരതകൾ സോമനിൽ ഭദ്രമായിരുന്നു. അനുഭവത്തിലെ ബോസ്കോയാണ് സോമന്റെ മറ്റൊരു ശ്രദ്ധേയമായ കഥാപാത്രം. അനുഭവം IV ശശി സിനിമയാണ്. അത് വലിയ ഹിറ്റായിരുന്നു. IV ശശിയും സോമനും തമ്മിലുള്ള തെറ്റൽ അത് ഒരു കാലത്ത് ചർച്ചാ വിഷയമായിരുന്നു. ആദ്യമായി അമേരിക്കയിൽ ചിത്രീകരിച്ച IV ശശി ചിത്രമായ ഏഴാം കടലിനക്കരയിലെ നായകൻ സോമനായിരുന്നു. ആ ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചാണ് സോമനും IV ശശിയും തമ്മിൽ പിണങ്ങിയത്. പിന്നീട് ഇരുവരും ഒരുമിക്കുന്നത് പതിറ്റാണ്ടുകൾക്ക് ശേഷം വ്രതം എന്ന കമലഹാസൻ നായകനായ ചിത്രത്തിലൂടെ. IV ശശി അങ്ങാടിയിൽ ജയന് പകരം നായകനാക്കാൻ ഉദ്ദേശിച്ചിരുന്നത് സോമനെയായിരുന്നു. പക്ഷേ സോമനുമായുള്ള പിണക്കം കാരണം IV ശശി ജയനെ നായകനാക്കി. ജയന്റെ ബാബു എന്ന കഥാപാത്രം ജയന് ബ്രേക്കായി മാറുകയും ചെയ്തു. ഇങ്ങനെ ഒരു ചരിത്രം കൂടിയുണ്ട് IV ശശിയും സോമനും തമ്മിൽ എന്ന് പറഞ്ഞു പോവുകയാണ് ഇവിടെ. ഇനി സോമൻ അഭിനയിച്ച മറ്റൊരു അവിസ്മരണീയമായ കഥാപാത്രം ഒരു വെളിപ്പാടകലയിലെ മേജറാണ്. ഹൃദ്രോഗിയായ മേജർ. അയാൾക്ക് മനസ്സിൽ വികാരങ്ങളുണ്ട്. പക്ഷേ ആ വികാരങ്ങൾ ഭാര്യയോട് പ്രകടിപ്പിക്കാൻ മെഡിക്കൽ സയൻസ് അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം വിലക്ക് കൽപ്പിച്ചിരിക്കുന്നു. സുജാതയാണ് ഈ ചിത്രത്തിൽ സോമന്റെ നായികയായി അഭിനയിച്ചത്. നായക വേഷങ്ങൾ കുറഞ്ഞപ്പോൾ സോമൻ ക്യാരക്ടർ വേഷങ്ങളിലേക്ക് തിരിഞ്ഞു. മമ്മൂട്ടിയും മോഹൻലാലും നായക പദവി അലങ്കരിച്ചപ്പോൾ, സൂപ്പർ താരങ്ങളായി മാറിയപ്പോൾ സോമനും സുകുമാരനും മാറി നിൽക്കേണ്ട ഒരവസ്ഥ വന്നു. ആ അവസ്ഥയിലും സോമൻ മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് നിറഞ്ഞു നിന്നു മലയാള സിനിമയിൽ. സോമന് മാത്രം അഭിനയിക്കാൻ കഴിയുന്ന ഒരു കഥാപാത്രം വന്ദനത്തിലെ കമ്മീഷണറാണ്. സ്വന്തം മകനെ രക്ഷിക്കാൻ വേണ്ടി എന്ത് ക്രൂരകൃത്യവും ചെയ്യുന്ന കമ്മീഷണർ. വില്ലൻ കഥാപാത്രമായിരുന്നു അത്. പക്ഷേ സോമൻ അത് മികവുറ്റതാക്കി മാറ്റി. ലേലത്തിലെ ആനക്കാട്ടിൽ ഈപ്പച്ചനാണ് സോമന്റെ ഹൈലൈറ്റ് കഥാപാത്രം. ആ ചിത്രത്തിൽ നായകൻ സുരേഷ് ഗോപിയാണെങ്കിലും ഷൈൻ ചെയ്തത് സോമനാണ്. ചിത്രം ഇന്റർവെല്ല് വരെ കൊണ്ടുപോകുന്നത് സോമന്റെ അസാധ്യമായ പെർഫോമൻസ് ആണ്. അസാധ്യമായ ഡയലോഗ് ഡെലിവറിയാണ്. ആനക്കാട്ടിൽ ഈപ്പച്ചൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ സോമൻ കരൾ രോഗ ബാധിതരായിരുന്നു. അമിത മദ്യപാനം അദ്ദേഹത്തിൻ്റെ വീക്ക്നെസ് തന്നെയായിരുന്നു. പക്ഷേ ആനക്കാട്ടിൽ ഈപ്പച്ചൻ എന്ന കഥാപാത്രത്തെ അസാധ്യമായ മികവോടെ അദ്ദേഹം അവതരിപ്പിച്ചു. ആനക്കാട്ടിൽ ഈപ്പച്ചൻ പ്രേക്ഷകർ സ്വീകരിക്കുന്നത് അറിഞ്ഞാണ് സോമൻ യാത്രയായത് 56-ാമത്തെ വയസ്സിൽ. സോമൻ വല്ലാത്തൊരു നടനായിരുന്നു. ഒരുപാട് റേഞ്ചുള്ള നടനായിരുന്നു. പൂച്ചയ്ക്കൊരു മുക്കുത്തി എന്ന സിനിമയിൽ ഹാസ്യവേഷത്തിലാണ് സോമൻ അഭിനയിച്ചത്. ബോയിങ് ബോയിങ് എന്ന സിനിമയിലും ഹാസ്യവേഷത്തിൽ അഭിനയിച്ച് പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിച്ചു. ഹാസ്യവേഷവും ക്യാരക്ടർ വേഷവും രൗദ്രവേഷവും എല്ലാം സോമനിൽ ഭദ്രമായിരുന്നു. സോമനെ നമുക്ക് മറക്കാൻ പറ്റില്ല. മമ്മൂട്ടിയും മോഹൻലാലും പുതുയുഗം തീർക്കുന്നതിന് മുമ്പ് മലയാള സിനിമയുടെ ചരിത്രത്തിൽ സോമൻ എന്ന 3 അക്ഷരം ഉണ്ടായിരുന്നു.